ഒരു കാലത്തിലും ജനാധിപത്യപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നേതാവല്ല മോദി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാക്കുകൾക്ക് വിനീത വിധേയരായി കേൾക്കുന്ന ഒരു സംഘം ആളുകളുടെ മുന്നിൽ പ്രതികരിക്കുന്ന രൂപത്തിലാണ് മോദി എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതെ, പിന്നീട് കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോഴും അതെ. കഴിഞ്ഞ ദിവസം NDA സർക്കാർ രൂപീകരിക്കുന്നു എന്ന് NDA യോഗത്തിന് ശേഷം പറയുന്ന ഘട്ടത്തിൽ മോദിയുടെ ശരീരഭാഷ രീതികൾ എല്ലാം മാറുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ മാറുന്ന മോദിയെയാണോ ഇനി നമ്മൾ കാണാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ മോദിക്ക് ഭരിക്കാനാകുമോ എന്ന ചോദ്യവുമുണ്ട്. NDA ഗവൺമെന്റ് യാഥാർത്ഥ്യമാകുന്ന സ്ഥിതിയാണെങ്കിൽ മോദിക്ക് അദ്ദേഹത്തിന്റെ നിലവിലുള്ള സ്വഭാവത്തിൽ, രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ജനാധിപത്യ ബോധമുള്ള ഒരു പ്രധാനമന്ത്രിയായി മാറേണ്ടി വരും. നിലവിൽ പരിചയമില്ലാത്ത പല രീതികളും അവലംബിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2014 മുതൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ കാണിച്ച ജനാധിപത്യ വിരുദ്ധതയുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഒരു മുന്നണി സംവിധാനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മുന്നണി ഭരണവും കണ്ടിട്ടുണ്ട്. ഇവിടെ മോദിയുടെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് മോദിക്കൊപ്പം അല്ലെങ്കിൽ BJPക്കൊപ്പം ഉള്ള ജനതാദൾ യുണൈറ്റഡും അതുപോലെ TDPയും. ഈ രണ്ട് പാർട്ടികളുടെയും സ്വഭാവം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് നിമിഷവും ഇരിക്കുന്ന അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ ഭാഗമാണോ അവിടെ നിന്ന് മാറാൻ യാതൊരു മടിയില്ലാത്ത രണ്ട് കക്ഷികളാണ് ഈ രണ്ട് കക്ഷികളും. ഇപ്പോൾ തന്നെ ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളുൾപ്പെടെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ പ്രചരണ ആയുധമാക്കിയ അഗ്നിവീർ ഉൾപ്പെടെ മാറ്റണം എന്നാണ്, അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളത്. വലിയ തോതിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിരുന്ന വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, അത്തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മോദിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ വൺ നേഷൻ എന്ന നിലപാട് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക പദവി ചോദിക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് 12 സീറ്റുമായിട്ടും അതുപോലെ തന്നെ 16 സീറ്റുമായും മോദിക്കൊപ്പം ഉള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബീഹാറിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും നോക്കിക്കണ്ടുകൊണ്ട് തന്നെ നിതീഷ് കുമാർ എത്ര കാലം NDAക്കൊപ്പം നിൽക്കും, സ്വന്തം സംസ്ഥാനത്തെ പ്രബലത അടക്കം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം സമയം NDAക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇപ്പോൾ ശിവസേന തന്നെ പരിപൂർണമായും ഉദ്ധവ് താക്കറേക്കൊപ്പം ഏകനാഥ് ഷിൻഡെക്കൊപ്പം 5 MP ഇപ്പോൾ ചേരാൻ പോകുന്നു എന്നെല്ലാമാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണരംഗത്ത് തന്നെ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന, വലിയ മലക്കമറിച്ചുകൾ ഉണ്ടാകുന്ന ഒരു നാളെ നമ്മൾ മുന്നോട്ട് നോക്കി കാണുമ്പോൾ ഈ ഭരണം തന്നെ എത്ര കാലം മുന്നോട്ട് പോകും, അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ തുടർന്ന് വളരെ അടുത്ത ഘട്ടത്തിൽ തന്നെ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഒരിക്കലും മോദിക്ക് പരിചയമുള്ള രീതിയുമായി മുന്നോട്ട് പോവുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.